വി.ഡി. സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ടെന്ന്, അടുപ്പിക്കില്ല ഞാൻ എന്ന്. സഹകരണ ബാങ്കുകളെ പൂർണ്ണമായി വെട്ടിനിരത്തി തപാൽ വകുപ്പിന്റെ മണി ഓർഡർ വഴികൾ വീണ്ടും തുറക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും CPM-ന്റെയും കസേരയ്ക്ക് വട്ടം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആ ഭീകരമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെ നടത്തുന്നത്. കേരളത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഇനി CPM-ന്റെ സഹകരണ കളി നടക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ധനവകുപ്പിന്റെ പുതിയ അടിയന്തര തീരുമാനത്തിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. വർഷങ്ങളായി സഹകരണ മേഖലയെ ആയുധമാക്കി ഇടതുമുന്നണി നടത്തിവന്ന രാഷ്ട്രീയ ആധിപത്യത്തിനാണ് ഇതോടെ ഒരു വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നതും. പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ പൂർണ്ണമായും മാറ്റി നിർത്തി കിടപ്പ് രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും പോസ്റ്റ് ഓഫീസ് വഴി തുക മണി ഓർഡറായി വീട്ടിലെത്തിക്കാനുള്ള ചർച്ചകൾ തപാൽ വകുപ്പുമായി സർക്കാർ അവസാനഘട്ട ചർച്ചയിലെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചു പാർട്ടി ഏജന്റുമാർ വഴി നടത്തിയിരുന്ന പെൻഷൻ വിതരണത്തിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓരോ പെൻഷനും വീട്ടിലെത്തുമ്പോൾ, അങ്ങനെ എത്തിക്കുമ്പോൾ 30 രൂപ, 20 രൂപ, 10 രൂപയൊക്കെ ഏജന്റുമാർക്ക് നൽകുന്നുണ്ടായിരുന്നു. ഈ ഇനത്തിൽ പ്രതിമാസം 7 കോടി രൂപയോളമാണ് മുൻ സർക്കാർ സഹകരണ മേഖലയിലേക്ക് ഒഴുക്കിയിരുന്നതും. പെൻഷൻ വിതരണത്തിന്റെ പേരിൽ സഹകരണ സംഘങ്ങൾക്ക് നൽകിയിരുന്ന ഈ കോടികളുടെ ഇൻസെന്റീവ് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനാണ് ഉപയോഗിച്ചിരുന്നത് എന്ന ആരോപണവും ശക്തമാണ്. ഇതിനു പുറമെ 2025 ഡിസംബർ മുതൽ 56 കോടി രൂപയുടെ കുടിശ്ശികയാണ് സഹകരണ ബാങ്കുകൾക്ക് നിലവിലുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കർശനമായ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ, ആധാർ ലിങ്കിംഗ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം ഈ സഹകരണ കൊള്ളയ്ക്ക് അന്ത്യം കുറിച്ച് പാർട്ടി സംഘടനാ ശൃംഖലകളുടെ സാമ്പത്തിക ലാഭം പൂർണ്ണമായിട്ടും പൂട്ടിടാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത്. വരാനിരിക്കുന്ന ഓണക്കാലത്തെ പെൻഷൻ വിതരണം താൽക്കാലികമായി സഹകരണ ബാങ്കുകൾ വഴി തന്നെ തുടരുമെങ്കിലും അതിനുശേഷം ഈ മേഖലയെ പെൻഷൻ വിതരണത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കും. എന്നാൽ അതേസമയം അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെന്ന പേരിൽ ബാങ്കുകൾ പെൻഷൻകാരുടെ തുകയിൽ നിന്ന് സർവീസ് ചാർജ് പിടിച്ചെടുക്കുന്ന വലിയ തിരിച്ചടിക്കും സാധാരണക്കാർ ഇവിടെ നേരിടുന്നുണ്ട്. ബാങ്കുകളുടെ ഈ ചൂഷണത്തിൽ നിന്നും CPM-ന്റെ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നും പാവപ്പെട്ട പെൻഷൻകാരെ മോചിപ്പിക്കാനാണ് പോസ്റ്റ് ഓഫീസിന്റെ മണി ഓർഡർ സംവിധാനം വീണ്ടും അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക ബാധ്യത കുറക്കാനും സുതാര്യത ഉറപ്പാക്കാനും എന്ന പേരിൽ വി.ഡി. സതീശൻ നടപ്പിലാക്കുന്ന ഈ നിർണായകമായ രാഷ്ട്രീയ തീരുമാനം വരുന്ന ദിവസങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും UDF സർക്കാരിനും ഇടയിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തന്നെ വഴി തുറക്കുമെന്ന് ഉറപ്പുമാണ്.